മഴക്കാലത്തെ നേരിടാനും മഴക്കാല മുന്നൊരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ജില്ലാ ഭരണകൂടം. ജില്ലയിലെ ദുരന്ത സാധ്യതാ പ്രദേശങ്ങൾ കണ്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. 2018 പ്രളയ ദുരന്തത്തെ മുന്നിൽ കണ്ടാണ് ജില്ലയിൽ ദുരന്ത നിവാരണ പദ്ധതി തയ്യാറാക്കുന്നതെന്നും ജില്ലാ കളക്ടർ. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം എന്നിവ ബാധിക്കാൻ സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തി വിവിധ താലൂക്കുകളുടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സബ് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഏകോപിപ്പിക്കും. എല്ലാ താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ പ്രവർത്തനം ആരംഭിക്കും. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിലെ ഗർഭിണികൾ, ശാരീരിക വൈകല്യമുള്ളവർ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, കിടപ്പ് രോഗികൾ, കുട്ടികൾ എന്നിവരുടെ കണക്കെടുക്കണമെന്നും കളക്ടർ പറഞ്ഞു. നമ്മുടെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സ് ആൻഡ് താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റർ 24 മണിക്കൂർ സജ്ജമാണ്. അതിൽ പോലീസ് ഉണ്ടാവും, ഫയർഫോഴ്സ് ഉണ്ടാവും, റവന്യൂ ഉണ്ടാവും. ഏത് സമയവും എന്ത് സംഭവിച്ചാലും അവിടെ എത്തിച്ചേരാൻ പറ്റുന്ന ഓരോ രീതിയിലാണ് ഇത് 5 താലൂക്കുകളിലും നമ്മുടെ കളക്ട്രേറ്റിലും സജ്ജീകരിച്ചിട്ടുള്ളത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ചുമതലയായിട്ട് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാ നീരൊഴുക്കുകളും സ്ട്രീംസ്, റിവേഴ്സിലെല്ലാം ഉള്ള സിൽട്ടേഷൻ റിമൂവ് ചെയ്യണം. പിന്നെ തൊഴിലുറപ്പിലുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് ക്ലിയർ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഹെൽത്തിലുള്ളവർ ഇങ്ങനെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് വരുമ്പോൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതിനുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്യാമ്പ്സും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 2018 പ്രളയത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുമായി പ്രവർത്തിച്ച് വെള്ളം കയറാത്ത കേന്ദ്രങ്ങൾ തയ്യാറാക്കും. വൈദ്യുതി ഉറപ്പുവരുത്തുന്നതിനും നടപടി സ്വീകരിക്കും. ഡാമുകൾ തുറക്കുന്നത് സംബന്ധിച്ച് കൃത്യതയുണ്ടായിരിക്കണമെന്നും പകൽ സമയത്തായിരിക്കണമെന്നും ഇതു സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പും നൽകും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ താഴെത്തട്ടിൽ ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ എല്ലാ പഞ്ചായത്തുകളിലും ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും 25 വീടുകൾക്ക് ഓരോ വോളണ്ടിയർമാരെ നിയമിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മഴക്കാലത്ത് പ്രഖ്യാപിക്കുന്ന അലർട്ടുകൾ വിനോദസഞ്ചാര മേഖലകൾ കൃത്യമായി പാലിക്കണം. നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഏറ്റവും വലുതായിട്ട് അഫക്റ്റ് ആയത് 2018 അങ്ങനെ ഒന്ന് വന്നാൽ പോലും നമ്മൾ ആൾക്കാർ സുരക്ഷിതമായിട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിലേക്ക് വേണ്ടിയാണ് എല്ലാവരും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് നിർദ്ദേശം കൊടുക്കുമ്പോൾ അത് പാലിക്കുന്നത് ആണ് നമ്മുടെ സിറ്റിസൺസിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി 2200 പോലീസുകാരെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇടുക്കി AR ക്യാമ്പിലെ ക്വിക്ക് റെസ്പോൺസ് ടീം സജ്ജമാണ്. പരിശീലനം നേടിയ 600 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിന്റെ സേവനവും ലഭ്യമാണ്. NDRFന്റെ ടീം അടിയന്തര സാഹചര്യത്തിൽ ജില്ലയിലെത്താൻ സജ്ജമാണെന്നും കളക്ടർ വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.